എന്തായാലും നമ്മുടെ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളിങ്ങനെ പറയില്ലോ, പാട്ടും ഭക്ഷണവും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാം. നല്ലൊരു കിഡിലൻ സിംഗറാണ്. ബാക്കി ആ സിംഗറിന്റെ വിശേഷങ്ങൾ വഴിയെ ഞാൻ പറയും. പക്ഷെ ഇപ്പൊ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ സിംഗർ ഭാവിയിൽ ഒരു വാഗ്ദാനമായിരിക്കും. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. So let's welcome Lisha and Nivedita. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. ഇമ്പമഴയ്ക്കൊരു ചേമ്പില തലയിൽ കമ്പൊടു കുടയാക്കി, അവനുടെ വമ്പിയലുന്ന വറുത്തും കാത്തിത തുമ്പിപ്പാത്തുമ്മ. തെളിപകലന്തിയിൽ അവനുടെ കാതിൽ കെസ്സുകൾ പാടാനായി പുതുകുല കോലാഹലമായി കാത്തുകിടന്നവൾ കുഞ്ഞിപ്പാത്തുമ്മ. സൂപ്പർബ് എൻട്രി, സൂപ്പർബ് എൻട്രി. യെസ്. അപ്പോ പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാം സെറ്റ് അല്ലേ? അതെ, കുഴപ്പമൊന്നുമില്ല. കുക്കിംഗ് ഒക്കെ അത്യാവശ്യം അറിയുന്ന ഒരാൾ തന്നെയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറിലൊക്കെ ചെയ്യുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങള്? നമ്മളെ ഡിഷ് ഉന്നക്കായാണ്. ഉന്നക്കായ ശ്വേതാജിക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി നമ്മളെ നോമ്പ് സമയത്തെല്ലാം നമുക്ക്
ആരെ വീട്ടിൽ പോയാലും നമ്മളെ കോഴിക്കോട് ഉണ്ടാക്കണം അത്. അതെ അതെ നെയ്യില്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലെ, അതിന്റെ എല്ലാ സാധനങ്ങളും. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ അവിടെ ഇരിക്കാം, പ്രേക്ഷകരോടും നമ്മളോടുമായിട്ട് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. റെഡി 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 Ready? റെഡി All the best. ഓൾ ദി ബെസ്റ്റ്. All the best. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായയാണ്. നമ്മൾ കോഴിക്കോടിന്റെ എന്താ പറയുക നോമ്പുതുറ പലഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഉന്നക്കായ. ഈവനിങ് സ്നാക്സ് ആയിട്ട് മക്കൾക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴമാണ്. അത് ഞാൻ കുറച്ച് സമയം ഇതാവേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുഴുങ്ങി എടുത്തതാണ്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം ഒരുപാട് പഴുത്ത പഴം യൂസ് ചെയ്യാൻ പാടില്ല. ഉന്നക്കായക്ക് ഉള്ള പഴം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞ പഴമായിരിക്കണം നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചതാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഏലക്കായ, കിസ്മിസ്, പഞ്ചസാര, പിന്നെ നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങല്ലേ. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ ഈ പുഴുങ്ങി വെച്ച പഴം അത് നല്ല ചൂടുണ്ടാവും. അപ്പം നമ്മൾ ചൂടൊന്ന് തണഞ്ഞിട്ട് വേണം നമ്മൾ തൊലി ആദ്യം കളയാം. ഒരു 7 അണ്ടിപ്പരിപ്പാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. അത്ര മതിയാവും. 7 അണ്ടിപ്പരിപ്പ്. എന്നിട്ട് നമ്മളത് ചെറുതാക്കി പീസാക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉന്നക്കായയിൽ ഈ പഴം ഈ നടുവിലുള്ള ഒരു ബ്ലാക്ക് ഒരു ഇതില്ലേ, അത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. കാരണം നമ്മൾ കടിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ ആ നാര് അപ്പം അങ്ങനെ നമുക്ക് കുഴച്ച് കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്യണം. നമ്മൾ ഒരു 4-5 ഏലക്കായ പൊടിച്ചെടുക്കണം. നമ്മൾ ഏലക്ക ഡയറക്റ്റ്ലി നമുക്ക് പൊടിക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അടിപൊളി, എനിക്കറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത്, നമ്മൾ സ്മാഷ് ചെയ്തെടുക്കണം. ഒരു മാവ് പോലെയുള്ള പരുവത്തിലേക്ക് നമ്മളത് മാറ്റിയെടുക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. കൈകൊണ്ട് ചെയ്തൂടെ? കൈകൊണ്ടും ചെയ്യാം. എനിക്ക് തോന്നുന്നത് കൈകൊണ്ടായിരിക്കും കുറച്ചുകൂടി. അതാണ്, അതൊക്കെ കളഞ്ഞിട്ട് കൈ തുടക്കട്ടെ അങ്ങോട്ട്. ചിലപ്പോ നമുക്ക് ഇത് ഒരുപാട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ഇടണം. ഓയിൽ തന്നെ ഇടണം, നെയ്യ് ഇട്ടാ പറ്റില്ല. നെയ്യ് ഇടാം. ഏത്തപ്പഴം അധികം തണക്കണതിന് മുമ്പ് നമ്മൾ ഉടച്ചു തുടങ്ങണം. ഇത് തണുത്തു പോയി കുറച്ച്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ കോഴിക്കോടുള്ള പഴമല്ല ഇവിടുത്തെ പഴം. കോഴിക്കോടുള്ള പഴമല്ല ഇവിടെ കിട്ടിയത്, തിരുവനന്തപുരത്തെ പഴം. എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഈ കുട്ടി വാദിക്കുന്നത്. പക്ഷെ ഇത് ഉടഞ്ഞു കിട്ടുന്നില്ല കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. നന്നായിട്ട് ഉടക്കോട്ട്. കുറച്ച് നമ്മള് മാവ് കുറച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് അരിപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ലൂസാണെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാൻ പോവാണ്. കാരണം ഇത് വല്ലാണ്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. മനസ്സിലായി. നമ്മൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പാൻ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, 2 or 3 ആയാലും കുഴപ്പമില്ല, നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 6-7 കിസ്മിസും കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് നമ്മൾ വഴറ്റി ഒരു ബ്രൗൺ കളറാക്കി. നീ വഴറ്റുവോ? ഇപ്പൊ എന്താ നിങ്ങൾ എന്താ ഇട്ടത്? ഇൻ ബിറ്റ്വീൻ മിസ് എന്താ ഇട്ടത്? നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ടോ? തേങ്ങ. അപ്പൊ അവര് വഴിച്ചതിന്റെ ഇടയിൽ ബ്രൗൺ നിറയപ്പോ തേങ്ങ ഇട്ടു അല്ലേ? പഞ്ചസാര ഇടണം, ഇതിൽ വേണം. പക്ഷെ അത് ആദ്യം തന്നെ ഇട്ടാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് വെള്ളമായിപ്പോ. അപ്പൊ നമ്മൾ ഈ ഫില്ലിങ് ഭയങ്കര വെള്ളം പോലെ ആവും. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റിലാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുക. നമ്മൾ തേങ്ങ കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവണം. യെസ്. അപ്പൊ തേങ്ങ ബ്രൗൺ കളർ ആവണ സമയത്തിൽ നമുക്ക് നല്ല മധുരമായ ഒരു പാട്ട് കേൾക്കാം. റെഡി? ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്ത
താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടി തെരുവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. പഞ്ചാരപ്പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ വാലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പറക്കുന്ന മനപായസം. പാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചത്ത്. പാഴം പുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുകണ മധുരമം പഴം പോലെ വലയ്ക്കുന്നോളേ. പത്തിരി താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ. കുഴച്ചുടച്ചൊരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളങ്കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി. നമ്മളിനി ഇടാനുള്ളത് പഞ്ചസാരയാണ്. നമ്മൾ അവസാനം ഇടാന്ന് പറഞ്ഞ് വെച്ചതാണ്. ആ അപ്പൊ തേങ്ങ ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ലാസ്റ്റ് പഞ്ചസാര ഇടണം അല്ലേ? ഏകദേശം നമുക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമൊന്നുമില്ല, എല്ലാ സാധനങ്ങളും നമുക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പഴം അത് നമ്മള് പത്തിരിക്കൊക്കെ പരത്തൂല, ആ രീതിയിലുള്ള കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഫില്ലിങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെയ്യ് ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എങ്കിലും നെയ്യ് ഒഴിക്കണം. ഈ നമ്മൾ ഉരുട്ടി വെച്ച സാധനം അതിലേക്ക് ഇട്ടുക. എന്നിട്ട് 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വീണ്ടും ബ്രൗൺ. അങ്ങനെ നമ്മുടെ മനോഹരമായ കോഴിക്കോടിന്റെ തനതായ ഭക്ഷണം ഉന്നക്കായ ഇവിടെ എത്തിയിരിക്കുകയാണ്. നന്നായിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അതിന്റെ എങ്ങനെയൊക്കെയാണ് രീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ശ്വേതാജിയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ശ്വേതാജി എന്നെ കഴിക്കട്ടെ. പ്രസന്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് നന്നായിട്ടുണ്ട്. മീൻസ് എനിക്കറിയാം, ഞാൻ കണ്ടോണ്ടാണ് ഞാൻ പറയണത്. നല്ല ടേസ്റ്റ് ആണ്. ഓൾ ഇൻ ഓൾ ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ രണ്ടാളും നന്നായിട്ട് അത് കോർഡിനേഷൻ ചെയ്തു. മോള് നന്നായി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്.